യാഷിനെ കണ്ടോ? ശരിക്കുള്ളതാണോ? ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആടബൂട്ടിക്ക. ആടബൂട്ടിക്ക ഞാൻ എവിടെ ചെന്ന് ഉണ്ടെങ്കിലും എന്നെ ഇക്കാന്ന് മാത്രം വിളിക്കുന്ന ആൾക്കാർ. ഏകദേശം 3 വർഷമൊക്കെ ഞങ്ങൾ പട്ടക്കം പോലെ ആയിരുന്നു. എവിടെ ഇറങ്ങിയാലും നാടകം കളിക്കുന്ന പറയണ പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്കൊരു മധുരതരമായ ഓർമ്മയാണ് തിയേറ്റർ. പലപ്പോഴും നമ്മൾ യുദ്ധം വേണ്ടാന്ന് പറയുന്ന സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ കാലും മരിച്ചുണ്ട്, എന്താ എൻ്റെ കാലുമ തട്ടിയെന്നുണ്ട്, അപ്പം അവനിടിക്കാൻ പോകുന്ന വിധത്തിലുള്ള അസഹിഷ്ണുതയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. മിസ്ഫിറ്റ്സിൽ ഇന്ന് നമ്മോടൊപ്പം നാടകപ്രവർത്തകൻ, സിനിമാ താരം സുർജിത് ഗോപിനാഥ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ചേട്ടനെ അടുത്തിടയ്ക്ക് കാണുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ടോക്സിക്കിനെ കുറിച്ച് വല്ലതും പറയാറായോ? ടോക്സിക്കിനെ കുറിച്ച് വല്ലതും പറയാറായോ? എന്താണ് ടോക്സിക്കിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് വെളിപ്പെടുത്താറായോ? എനിക്ക് ഇത് കുറെ ചോദ്യങ്ങൾ കിട്ടുന്നുണ്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന്. അതില് ത്രൂ ഔട്ട് ഉണ്ടോ? യാഷിനെ കണ്ടോ? ശരിക്കുള്ളതാണോ? ഇത് തൽക്കാലം ഇതിന്റെ എന്താ പറയാ ടീച്ചറിന് വേണ്ടി മാത്രമായിട്ട് ഷൂട്ട് ചെയ്തതാണോ? അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്കതൊരു വല്ലാത്ത മിസ്റ്ററിയാണ് ശരിക്കും വെച്ചാൽ. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റുന്നൊരു അവസ്ഥയില്ല പല കാരണങ്ങൾ കൊണ്ടും. കാരണം ഇതൊരു ലോങ് ടൈം പ്രോസസ്സായിരുന്നു. നമ്മൾ ഏകദേശം 2025 ഓഗസ്റ്റ് അതിൽ തുടങ്ങി അന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്നത് ചിലത് പിന്നെ കുറേ സമയമല്ല അതിൻ്റെ ഉള്ളിൽ കഥയുടെയും ഇപ്പോൾ ഞാൻ ബോംബെയിൽ ഷൂട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പല സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ പലപ്പോഴും പല കോമ്പിനേഷൻസ് വന്നു ചേരുന്നു ആൾക്കാരെ. അപ്പോൾ നിങ്ങളെപ്പോഴൊന്നും ഞാൻ ഇന്നലത്തെ ഫ്ലൈറ്റിന് വന്നറിയുന്നു, ഓക്കെ ഞാനും വന്നു എന്നൊക്കെ പറയണ പോലെ അതിൻ്റെ ഉള്ളിൽ പൊതുവേ അതിനൊരു ഇത്തിരി ഭയങ്കര എന്താ പറയുക, വളരെ പുറത്തേക്കൊന്നും അങ്ങനെ അതിൻ്റെ വാർത്തകളോ ഇതൊന്നും കൊടുത്തിരുന്നില്ല. അങ്ങനെ മീഡിയാസിന് ഒരുപാട് ഇത് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ ഞാൻ അവിടെ കേട്ടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നല്ല ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുള്ളൂ. ഫോട്ടോഗ്രാഫിക്ക് ഫുൾ നിരോധിച്ചിട്ടുള്ള സ്ഥലം. നമുക്ക് തന്നെ നമ്മളുടെ അന്ന് ഒരു സെൽഫി എടുത്ത് അങ്ങനെ തോന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് അതിൻ്റെ വർക്ക് മൊത്തം നടന്നത്. അപ്പം അതുകൊണ്ട് ബാക്കിയൊന്നും പറയാറായിട്ടില്ല. ബാക്കിയൊന്നും പറയാറായിട്ടില്ല. വെയിറ്റ് ചെയ്യൂന്നല്ലേ? അതെ, നല്ലതല്ലേ? സത്യം. ഞാനും ഭയങ്കര ത്രില്ല. കാരണം അത്രയും കളർഫുൾ ആയിട്ടാണ് നമ്മളത് ഈ ക്യാമറയുടെ ഉള്ളിൽ കൂടെ അല്ലാണ്ട് തന്നെ കാണുന്നത്. ഭയങ്കര കൗതുകമുള്ള മനുഷ്യരും ഒരുപാട് തരത്തിലുള്ള മനുഷ്യരും. അപ്പം അങ്ങനെ അത് കാണാനുണ്ട്. അത് വെയിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചേട്ടാ, ഇപ്പോൾ നമ്മൾ ഈ സുർജിത് ഗോപിനാഥ് എന്നുള്ള പേര് പറയുമ്പോഴത്തേക്ക് പലർക്കും പേര് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ചേട്ടനെ വളരെയധികം സ്നേഹിക്കുന്ന, ചേട്ടൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പലർക്കും ചേട്ടൻ്റെ പേരിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ കഥാപാത്രങ്ങളുടെ പേരാണ്. അതൊരു താരത്തെ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകനെ, നാടക പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മുടെ മിസ്ഫിറ്റ്സിൽ ചേട്ടൻ വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു സുർജിത് ഗോപിനാഥ് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ആടബൂട്ടിക്ക എന്നുള്ള കഥാപാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും എന്നോട് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതായത് ചേട്ടൻ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഈ പേരിനേക്കാൾ കൂടുതൽ കഥാപാത്രങ്ങളുടെ പേരുകൾ പറയും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ? രാഘവൻ, ലാസർ, യോബിന്റെ പുസ്തകത്തില് ലാസർ. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആടബൂട്ടിക്ക. ആടബൂട്ടിക്ക ഞാൻ എവിടെ ചെന്ന് ഉണ്ടെങ്കിലും എന്നെ ഇക്കാന്ന് മാത്രം വിളിക്കുന്ന ആൾക്കാരുണ്ട്. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ എന്നോട് ഞാൻ അവിടുത്തെ ഇരിക്കുകയാണെന്നുള്ള പോലെ അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും ഭയങ്കര റിലേറ്റ് ചെയ്ത്. കാരണം ഈ തലശ്ശേരി, കണ്ണൂർ, വടക്കൻ ഭാഗങ്ങളിൽ, മലപ്പുറത്തൊക്കെ ആടബൂട്ടിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുപ്പുള്ള, എനിക്ക് ഭയങ്കര കൗതുകമുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കൽ മാർട്ടിൻ പ്രക്കാട്ട് ഈ തൃശ്ശൂരിൽ ഈറ്റ് ഫോക്ക് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു സുഹൃത്ത് ഇവിടെ എന്താ കാണാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഒരു പഴയ ഫോട്ടോഗ്രാഫുകളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു ശാലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനും മാർട്ടിനെ കൂടി അങ്ങോട്ട് നടന്നു. അപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ജോജി വന്നിട്ടുണ്ട്. അപ്പോൾ ജോജി ഫേമസ് ആയിട്ടൊന്നുമില്ല അത്ര. അല്ല, ഈ ചെറു റോളുകളിലൊക്കെ നിൽക്കുന്ന കാലത്താണ്. ജോജു പ്രൊഡ്യൂസറാണ്, ചാർലിയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. അപ്പം ജോജും മാർട്ടിനും കൂടിയിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എന്നെ അടപിടിക്കാം അതെനിക്ക്. അപ്പം സംവിധായകനും പ്രൊഡ്യൂസറും ഇപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പം മാർട്ടിനെ
ഞാൻ മുമ്പ് സംവിധായകരെ പോലും അത്രയ്ക്ക് അറിയില്ലായിരുന്നല്ലോ ആൾക്കാർ, സത്യം അല്ലേ? പ്രൊഡ്യൂസർ എന്ന് പറയണ അല്ലെങ്കിൽ സംവിധായകർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു 10 വർഷങ്ങൾ ആയിട്ടേ ഉള്ളൂ, അത്രയും കുറെ കൂടെ ഇതായി എല്ലാവരിലേക്ക് എത്തി തുടങ്ങി. എല്ലാവരിലും എല്ലാ ഡയറക്ടേഴ്സും ഒക്കെ അറിയപ്പെടാൻ, ഡയറക്ടേഴ്സിന്റെ സ്പെഷ്യാലിറ്റികൾ അല്ലെങ്കിൽ അതൊക്കെ ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ഏരിയ, അവരുടെ അതൊക്കെ കുറച്ചും കൂടി. അപ്പം അന്ന് ഇങ്ങനെ അടപിടിക്കാൻ, ആഹാ ഞാൻ ദേ എന്നെയാണ് വിളിക്കണേ. അപ്പം അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള, പക്ഷെ എനിക്ക് ശരിക്കും ചാർലി അത് ഭയങ്കര ഹാർട്ട്ഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ ചെയ്യുന്ന സമയത്തും. പിന്നീട് അതിന് ശേഷമുള്ള ഇപ്പോൾ കൽപ്പന ചേച്ചിക്ക് മരിച്ചു പോകുന്നത്, പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു മൊമെൻ്റ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കപ്പലുണ്ട്, ഒരു പായ്ക്കപ്പലുണ്ട് ആ മൊമെൻ്റിൻ്റെ ഉള്ളിൽ. പിന്നെ നമുക്ക് ഓർക്കും അത് നമ്മൾ, കാരണം നമുക്കൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ളൊരു പോക്കായിരുന്നു കൽപ്പന ചേച്ചി. സിനിമയുടെ അകത്ത് അങ്ങനെയാണ്. നമുക്ക് ജീവിതത്തിൽ പേഴ്സണലി എനിക്ക് കൽപ്പന ചേച്ചിക്കായിട്ട് നല്ല 1-2 സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ വന്ന് അടുത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ആൾക്ക് കോസ്റ്റ്യൂം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സിനിമ, ശയനം എന്ന് പറഞ്ഞ സിനിമയുടെ അകത്ത്. അതിൽ ആളുടെ ഒപ്പം എൻ്റെ ഭാര്യയും അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഞാൻ ഉർവശി ചേച്ചി ഒരുമിച്ചും എൻ്റെ ഭാര്യ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഫാമിലീനെ അങ്ങനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നെ വിശാന്താടിന്ന് വിളിക്കായിരുന്നു കൽപ്പന ചേച്ചി. അപ്പോൾ അവരുടെ ഒരു പോക്കും പിന്നെ ആ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു സ്പിരിറ്റും ഞങ്ങൾക്കിടയിലുള്ള മരണത്തിനെ കുറിച്ച് മരിച്ചെന്ന് പറഞ്ഞിട്ട് മറ്റേയാള് നായകൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കുകയും അതിൻ്റെ അതൊക്കെ നമ്മളുടെ ഉള്ളിൽ വല്ലാത്തൊരു ടച്ചിങ് ആയിട്ടുള്ളൊരു, അത് മരിച്ചില്ല എന്ന് അറിയുമ്പോൾ നിങ്ങൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത് ബ്രില്യൻസും കൂടി അതിനകത്തുണ്ടല്ലേ വളരെ കാര്യമായിട്ട്. എല്ലാം അത് എനിക്കും നാട്ടിനങ്ങനെ ഭയങ്കര ഒരു ഏകദേശം ഷൂട്ടൊക്കെ തുടങ്ങുന്നതിനേക്കാൾ ഒരു 2 മാസം മുന്നൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ക്യാരക്ടറുണ്ട് സുർജിത്ത്, ചെറുതാണ് പക്ഷേ സുർജിത്തിനെ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ള എന്ന ഒരു ക്യാരക്ടറാണ്. 2-3 പേർക്കാണ് അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ട് എഴുതിയിട്ടുള്ളൂ. അതിൽ സുർജിത്ത് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം പല ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ വന്നു പോകുന്നവരൊക്കെ നമുക്ക് ഭയങ്കര, എനിക്കും ദുൽഖറിൻ്റെ ഒരു നീലാകാശത്തിന് ശേഷം പിന്നെ ആളുടെ കൂടെ വന്ന് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് ആൾ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തതൊക്കെ. ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു കഥാപാത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്ന ചേട്ടൻ ഫോർട്ട് കൊച്ചിയിലോ മട്ടാഞ്ചേരിയിലോ ഉള്ള ആളാണെന്ന് പോലും ധാരണയുണ്ട്. പലപ്പോഴും എത്ര വർഷമായിട്ട് ഞങ്ങൾ കാണുന്നു, പക്ഷേ ചേട്ടൻ അന്ന് മുതൽ ഇന്ന് വരെയും ഒറ്റ രീതിയിലിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം നല്ലതാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്നുള്ളതാണ്. അതിൽ ഇതല്ലാത്തത് ഇപ്പം വേഷങ്ങളിൽ തന്നെ ഞാൻ പല പടങ്ങളിലും ഇപ്പം മിന്നൽ മുരളിയിലെ ആപ്പൻ പടക്കം വീടി കത്തിച്ച് പടക്കൊക്കെ ഉണ്ടാക്കുന്ന ആള് വേറെ ലുക്കല്ലേ, ശരിക്കും വേറെ തരത്തിൽ മുടി വെട്ടി മുടിയാണ്, മീശ മാത്രം, താടിയില്ല. അത് ബേസിലൊക്കെ നിർബന്ധമായിട്ടും അത് ആ ഒരു ചേഞ്ച് വേണം എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ബിരിയാണിയിൽ വേറെ താടി ഉണ്ടെന്നുള്ളത് പക്ഷേ മുട്ടടിച്ചിട്ടൊക്കെ. പിന്നെ ഞാൻ പല പടങ്ങളിലും ഈ ചാൾസ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ താടിയില്ലാതെ മുടി നീട്ടി വളർത്തിയിട്ടൊരു ചന്ദനക്കുറിയൊക്കെ ആയിട്ട് വേറൊരു രൂപത്തില്. പക്ഷേ സിനിമകളെല്ലാം കഴിഞ്ഞിട്ടേ സിനിമകളെല്ലാം കണ്ട് ചേട്ടനെ കാണുമ്പോൾ ചേട്ടൻ വീണ്ടും അതെ 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 ചോദിച്ചത് അങ്ങനെ സാധിക്കുന്നതെന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഞാൻ എൻ്റെ താടിയൊക്കെ വളർത്താൻ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തല ചെറിയൊരു തലയാണ്, ഒരു ഈർക്കിളിയും വെച്ചിങ് കുത്തിയ പോലത്തെ ഒരു ചെറിയൊരു മനുഷ്യനാണ് ഞാൻ. ശരിക്കൊരു ചെറിയൊരു മറ്റേ ജാക്കമറ്റിയുടെ ശില്പം എന്നൊക്കെ പറഞ്ഞ പോലത്തെ അത്രയും ലീനാണ് ഞാൻ. അപ്പം ഇതിനെ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ഒരു താടി കുറച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നീട് എപ്പോഴും ഇത് പിന്നെ അതിങ്ങനെ ആയി മാറുന്നത് നല്ല റിസ്ക്കാണ്, കാരണം നമ്മളെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാലോ എവിടെ. സത്യം ഞാൻ കാണിക്കാൻ അലമ്പാവാനൊന്നും പറ്റില്ല. സത്യം. ചേട്ടൻ ഇപ്പോൾ 94 ആദ്യമായിട്ട് നാടകങ്ങളിൽ വരുന്നത്? 94ആണോ? 91 ഈ ഡ്രാമ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് ലേറ്റ് ആയിട്ടുള്ള ഒരു സാധാരണ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക്സ് ഒന്നും ആയിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ വന്നതും വലിയ കുടുംബവും അങ്ങനെ ഒരു എഡ്യൂക്കേഷനൊക്കെ അത്രയ്ക്കും പ്രാധാന്യമൊക്കെ കൊടുത്തിട്ടില്ല. പഠിക്കാൻ പറ്റുന്ന വെച്ചാൽ പഠിച്ചോ എന്ന് പറയുന്ന പോലെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും മിനിമലായിട്ടുള്ള സാഹചര്യങ്ങളിൽ വളർന്നു വന്ന് ഞാനൊക്കെ സ്കൂളിൽ SLC പഠിക്കുന്ന കാലത്തൊക്കെ ഒരു 50 ആള് പരീക്ഷ ക്ലാസ്സിൽ എഴുതുമ്പോൾ ഒരു 10 ആളൊക്കെ ജയിക്കുള്ളൂ, ബാക്കി 40 ആളും തോൽക്കും. 40 ആളും പല ആൾക്കാരാവും, പെയിൻറ് പണിക്കാരാവും, ചിലർ ഈ മറ്റേ ഡ്രൈവർമാരാകുന്നു, വേറെ ചിലർ ഗൾഫിൽ പോകുന്നു, വേറെ ചില തൊഴിലിൽ വന്നു. അപൂർവമായി ചില നാടകക്കാരൻ്റെ കയ്യിൽ ചില ഡോക്ടർമാരുടെ മനസ്സിലായി. അല്ല, അപ്പോൾ 94 പോലെ സജീവമായിട്ട് നാടക പ്രവർത്തനം ഏകദേശം
അത് അല്ല, അതിന് മുമ്പ് തന്നെ ഞാൻ ഒത്തിരി സജീവമായിരുന്നു ശരിക്കും. ഒരു 85, 86 ആ സമയത്ത് തന്നെ നാടകത്തിലൂടെ അങ്ങനെ ആളുകളുടെ ഇടയിൽ ഭയങ്കര ഇൻറ്ററാക്റ്റീവായിട്ടുള്ള തിയേറ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറിവൊക്കെ അതിൽ താല്പര്യമൊക്കെ തോന്നി. അങ്ങനെ മനുഷ്യനെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് കലയ്ക്കുണ്ടെന്നൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിൽ, അബദ്ധത്തിലൊന്നും ഞാൻ പറയില്ല, ഞാനങ്ങനെ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോഴും അതിലല്ലേ വിശ്വസിക്കും? കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് തിയേറ്ററൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ലൈവ് ആർട്ടാണെന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിൽ അതിലാണ് വന്ന് നിന്നിരുന്നത്. ആ സമയത്ത് അങ്ങനെയാണ് ശരിക്കും തിയേറ്ററൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ട് ചെറിയ സ്റ്റാർട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ സിനിമയും ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും സംഭവിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത്, അപ്പോൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന അതേ പേസിൽ ഇപ്പോൾ നാടകങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് ഇല്ല, തീരെയില്ല. ഞാനൊരു 94, 95 സമയത്ത് ഞാൻ ഈ ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ചൊരു തിയേറ്റർ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുകയും വളരെ സജീവമായിട്ട് ഏകദേശം 3 വർഷമൊക്കെ ഞങ്ങൾ പട്ടക്കം പോലെ ആയിരുന്നു. എവിടെ ഇറങ്ങിയാലും നാടകം കളിക്കുന്ന പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ പാടുകയും തെരുവിൽ നിന്ന് പാടുകയും അത് ഭയങ്കര സന്തോഷകരമായി ചെയ്തുകൊണ്ടിരുന്നൊരു കാലം. ഗുണ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല, അടിയൊന്നും കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ അത് ബാറിലായാലും എവിടെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പാടി ഒരുമിച്ചിരുന്ന് കഥ പറയുകയൊക്കെ ചെയ്യുന്ന വിധത്തിലുള്ള അത് തെരുവ് നാടകങ്ങൾ പോലെ തന്നെ. ശരിക്കും അങ്ങനെ തന്നെയാണ് ആ ഒരു ഉദ്ദേശമായിരുന്നു. ശരിക്കും അതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു തെരുവ് നാടകം എന്ന് പറഞ്ഞു. പിന്നെ ഈ ഡ്രാമ സ്കൂളിൽ കയറി പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് അതിന് പിന്നെ അതിൻ്റെ സാധ്യതകളൊക്കെ പിന്നെ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഓൾ ഇന്ത്യ യാത്ര ചെയ്തിട്ടൊക്കെ നാടകങ്ങൾ പല സ്ഥലത്തും സൗകര്യത്തിനനുസരിച്ച് കിട്ടുന്ന സ്ഥലങ്ങളുടെ അതിനനുസരിച്ച് നമ്മളെ പാകപ്പെടുത്തി നാടകമൊക്കെ കളിച്ച് പോകുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിലൊക്കെ വിചിത്രമായ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് പവർഫുള്ളായിരുന്നു. അത് അതിന് ഒരുപക്ഷെ സിനിമ തന്നെ വല്ലാണ്ട് ഈ സ്വാധീനിച്ചു കുറച്ച് പ്രവർത്തിക്കാവാനാണ്. എപ്പോഴും നമ്മൾക്ക് ഇഷ്ടം നാടകത്തിനോട്. ഇപ്പം നാടകത്തിലൂടെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇപ്പം ഞാൻ 94 ഞാൻ ഡ്രാമ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതിൻ്റെ മേജർ പ്രൊഡക്ഷനൊക്കെ പലർക്കും വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ നാടകങ്ങൾ. ആ സമയത്ത് ഞാൻ നാടകത്തിൻ്റെ ക്രാഫ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പറയാനുള്ള കാര്യങ്ങൾ ആളുകളുടെ ഉള്ളിലേക്ക് റീച്ച് ആവുന്ന വിധത്തിൽ പലരും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് കണ്ടിട്ടുണ്ട്. എനിക്കൊരു മധുരതരമായ ഓർമ്മയാണ് തിയേറ്റർ പലപ്പോഴും. കാരണം തിയേറ്റർ അത് അവിടെ ബാക്കി നിൽക്കുന്നില്ലല്ലോ. പലതും വരച്ചു വെച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. വേറൊരാളടുത്ത് മാറ്റി വരയ്ക്കുന്നത് വരെ അവിടെ ഉണ്ടാവും. ഒരു ശില്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അതേ ഫോമിൽ തന്നെ ഇരിക്കും. എത്ര കാലം വേണമെങ്കിലും ഉടഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നവരെ. ഏത് ആർട്ട് ഫോമുകളിലും അങ്ങനെയാണ്. പക്ഷെ തിയേറ്റർ അത് മാഞ്ഞു പോകും. അത് ഉണ്ടാക്കി കഴിഞ്ഞ് അത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസിലേക്ക് കടന്ന് അത് പിന്നെ അതെന്തായിരുന്നു അതിൽ ചിലപ്പം ആ സീനിൽ മഴയുണ്ടായിരുന്നു, നീയൊന്ന് പോ, അവിടെ വെയിലായിരുന്നു എന്ന് പറയണ പോലെ ഈ നമ്മളുടെ ഒരു അനുഭവത്തിലേക്ക് ഇങ്ങനെ ചേർന്ന് പോവുകയാണ് ചെയ്യുന്നത് തിയേറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കൊണ്ട് വലിയ ബാധ്യതയില്ല, അത് തട്ടിത്തടഞ്ഞ് വീഴൊന്നുമില്ല നമ്മൾ. ചേട്ടൻ വളരെയധികം സന്തോഷം അനുഭവിച്ച ഒരു കാലം എന്ന് ചേട്ടൻ തന്നെ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ജോൺ എബ്രഹാം സാറിൻ്റെ കൂടെ ആ സിനിമയിൽ വർക്ക് ചെയ്ത സീൻസാണ്. അപ്പോൾ ജോയ് മാത്യു സാറാണ് ആ സിനിമയിൽ നായകനായിട്ട് വരുന്നത് അല്ലേ? ഇപ്പോൾ ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ജോൺ എബ്രഹാം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കല നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് സ്റ്റൈലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പലതുമൊക്കെ. അപ്പോൾ ഇത് നേരിട്ട് അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? അതായത് ആ സെറ്റ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അല്ല, എനിക്ക് നിങ്ങളത് സേതുക്കെ അത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒന്ന്, നിങ്ങളുടെ ജനറേഷനിലുള്ള ആളുകൾ, എനിക്ക് പല ആൾക്കാരും ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും ചില ഷോർട്ട് ഫിലിമുകളും പ്ലാനുകളൊക്കെ ആയിട്ട് നടക്കുന്നതിനുള്ളിൽ ചിലപ്പോൾ പലരും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ജോൺ എബ്രഹാം എന്ന് പറയുന്നത്. അപ്പം അത് ആളുകളുടെ ഉള്ളിൽ അതിങ്ങനെ പതിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം വിചാരിക്കാൻ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് ആളെ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിച്ചറിയും. അപ്പം നമുക്കും മനസ്സിലാവുന്നുണ്ട്, ഓ ശരി, എനിക്കത് ഒരിക്കലും മനസ്സിലായില്ല. ഞാൻ 21ാമത്തെ വയസ്സിലാണ് അസിസ്റ്റൻ്റായിട്ട് അവിചാരിതമായിട്ട് അത് പ്രീഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ജോയ് മാത്യു ഒക്കെ നമ്മളുടെ ഒരു പ്രദേശത്ത് വന്നൊരു ചെറിയൊരു നാടകമൊക്കെ ചെയ്യേണ്ടായിരുന്നു. ആളൊരു പാൽ കോളേജ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ നാടക ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ജോയ് ഒരുമിച്ചുള്ള യാത്രയിലാണ് ഈ ജോൺ എബ്രഹാമിനെ ഈ സിനിമ നടക്കാൻ പോകുന്ന ആൾ നായകനാവാൻ പോകുന്നതാണെന്ന് ഒഡേസ ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ നിന്ന് പണം പിരിച്ചെടുത്ത് ആളുകൾക്ക് വേണ്ടി സിനിമ ഉണ്ടാക്കാൻ പോവാണ്
എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇത് ഭയങ്കര കൗതുകമുള്ള നമ്മളുടെ ആർട്ട് കലാസങ്കല്പങ്ങളായിട്ട് ഭയങ്കര ചേരുന്ന ഒരു കാര്യമാണ്. അല്ലാത്തത് നമ്മൾക്ക് എന്തോ സിനിമ വേറെ നമുക്കൊരു ബന്ധമില്ലാത്തൊരു ഏരിയ ആയിട്ടാണ് ഞാൻ സത്യത്തിൽ ആ പ്രായത്തിലൊക്കെ കണക്കാക്കിയിരുന്നത്. അതെ അതെ, അങ്ങനത്തെ ഒരു ഏരിയ ആണെന്നുള്ളത്. അല്ലാണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, സ്വപ്നം കണ്ടിട്ടുമില്ല സിനിമയുടെ ഉള്ളിൽ അങ്ങനെ ചെന്ന് വിടുന്നു പറയാൻ. ജോണിനെ കണ്ട സമയത്ത് ആള് പറഞ്ഞു യു ആർ അസിസ്റ്റിംഗ് മീ എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടത്തിലിങ്ങനെ പറഞ്ഞു, വരാൻ പറഞ്ഞു, ടീമിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് 100-100 ആൾക്കാരുള്ള ഒരു ആക്ടേഴ്സും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പൈസയൊക്കെ പിരിച്ചെടുത്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കലും യാത്രകളും കൗതുകരമായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ടോക്സിക്കിൻ്റെ ഒരു സെറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ലോകം എങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ച് ഇവിടെ പറഞ്ഞാൽ യൂണിറ്റ് വണ്ടിയിലുള്ളിലൊക്കെ ഇരുന്ന് സഞ്ചരിക്കുന്ന ഓർമ്മയുണ്ട് എനിക്ക്, ഞാനും ജോണിൻ്റെ കൂടെയൊക്കെ. അല്ല, എനിക്ക് തോന്നുന്നത് പല ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ താഴെയുള്ളവർക്ക് പോലും പലപ്പോഴും അറിയില്ലായിരിക്കും ചേട്ടൻ ഇത് 21-ാമത്തെ വയസ്സിൽ തുടങ്ങിയ അധ്വാനമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ. അതായത് ജോൺ എബ്രഹാം സാറിൻ്റെ കൂടെ സാർ പറയുന്നത് കേട്ട് നോട്ട്സ് എടുക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, എനിക്ക് അതിനകത്തൊരു സീനിൽ അഭിനയിച്ചിട്ടില്ലേ, ചെറിയ സീൻ. അത് അവിചാരിതമായി സംഭവിച്ച അത് ഈ പറഞ്ഞ പോലെ അല്ലാണ്ട് അത് മുമ്പേ പ്രതീക്ഷിച്ചിരുന്നൊന്നുമില്ല എനിക്ക്. ഞാൻ ഒരുപാട് അബദ്ധങ്ങൾ അതിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ്. കാരണം ആ ഷോട്ടിൽ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേറൊരു ഷോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഷോട്ട് കാണാൻ നിന്നിട്ട് തന്നെ ജോൺ ചീത്ത എൻ്റെ ആ ഷോട്ടിൽ ഒരുപാട് ഫീറ്റ് ഫിലിം നഷ്ടപ്പെട്ടു പോയി, അതെനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞു, ആ പൈസ നീ ഇറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചീത്തൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രയും എനിക്കങ്ങനെ ഒരു ഇമോഷണലി ഉള്ളൊരു ഇതുകൊണ്ടാണ് ആ സിനിമയുടെ ഉള്ളിലേക്ക്. അല്ലാണ്ട് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവണം, ഭാവിയിലൊരു സിനിമാ സംവിധായകനാവണം എന്നുള്ളൊരു ആലോചനയൊന്നും എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെയൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ വന്നു ചേരുന്നത്. കുറേ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ കിട്ടി. പഴയകാല നക്സൽ പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉൾക്കാഴ്ചകളും സത്യസന്ധതയായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ ചേർന്നിട്ടുള്ള ഒരു പ്രയത്നമായിരുന്നു അത്. പിന്നെ എല്ലാവരും ഭയങ്കര മെച്ചപ്പെട്ട ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അനേകം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ അതിൻ്റെ ഉള്ളിൽ ചെല്ലുക എന്നുള്ള ഒഴികെ അല്ലാണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചെടുക്കാൻ പോലും പറ്റിയില്ല. വിവരക്കേടുകൾ മാത്രം കാണിച്ചിട്ടുള്ള പലതും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞു. അല്ല, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ആ ഒരു വാക്ക് കടമെടുത്തൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, മറ്റൊന്നാവാൻ വേണ്ടിയല്ല ഞാൻ സിനിമയിൽ വന്നത്, സിനിമയോടും അല്ലെങ്കിൽ ആ ഒരു സെറ്റിനോടുമുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് പണം ഉണ്ടാക്കാമായിരുന്ന പലതും ചേട്ടന് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതൊന്നും നോക്കാണ്ട് അതേ ഇഷ്ടമല്ലേ ഈ പ്രായത്തിലും അല്ലേ മെയിൻറ്റെയിൻ, അതായത് സിനിമ എന്നുള്ള മാധ്യമത്തിൻ്റെ പുറകെയും നാടകം എന്നുള്ള മാധ്യമത്തിൻ്റെ പുറകെയൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ? പണക്ക് കുറേ ഉണ്ടായാലും നല്ല തന്നെ. അല്ല, അതൊരു സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. വേറെ ഇഷ്ടം എന്നുള്ള ആ ഒരു ഇപ്പം എന്താ പറഞ്ഞ ഇപ്പോൾ ആ ഒരു വാക്കിൻ്റെ പുറത്ത് തന്നെയല്ലേ ഈ നടപ്പ് മുഴുവൻ നടക്കുന്നതെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അതാണ് ഇഷ്ടം. ഈ പറഞ്ഞ പോലെ നാടകവും അതിൻ്റെ യാത്രകളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ഭയങ്കര രസകരമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ആർട്ടിൻ്റെ ഒരു സീനിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഞാനൊരു നാടകം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ കുറേ കൂടെ റിഫൈൻഡ് ആവുന്നുണ്ട്, ഞാൻ മാറുന്നുണ്ട്, എനിക്കൊരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള മനുഷ്യനായി ആവേണ്ടി വരുന്നുണ്ട്. കുറേ കൂടെ ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എന്തോ ഞാൻ മനുഷ്യർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യേണ്ടതോ, ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട ആളിനെന്നുള്ള ഭയങ്കര കോൺഫിഡൻസ് തോന്നുമായിരുന്നു, ഭയങ്കര പവറൊക്കെ അങ്ങനെ തോന്നുമായിരുന്നു. അതില്ല വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്. അത് ഭയങ്കര വണറബിളാണ്. ഒരു 100 കൂട്ടം ഇഷ്യൂസും നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഫോളുകളും ഒക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അതൊരു വല്ലാത്ത പ്രോസസ്സ്. അപ്പോൾ കലയിൽ നിൽക്കുന്ന സമയത്തേക്ക് ഈവൻ ഒരു ഷൂട്ടാണ്, ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു, ഞാൻ ഒരു ഷൂട്ട് കഴിഞ്ഞ് വരുന്നത്, അപ്പോൾ ശരി. അപ്പോൾ അങ്ങനെ നമ്മൾ തമ്മിലൊരു കോമൺ ട്രേറ്റ് ഉണ്ട്. അതായത് ഞാനും എനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞ് എവിടെയും ചെന്ന് നിൽക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കുറവാണ്. ചേട്ടൻ പറഞ്ഞിട്ടുമുണ്ട് എനിക്കത് കറക്റ്റാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എവിടെയും പോയി നിൽക്കാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കോമൺ ട്രേറ്റ് ഉണ്ട്. അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയി നിൽക്കാത്തതുകൊണ്ടേ നമ്മൾ തന്നെ ഇപ്പോൾ
നമ്മൾ തന്നെ നമ്മൾ പ്രദർശിപ്പിക്കണം എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ ഒരു നമ്മൾ തന്നെ പലയിടത്തും നമ്മൾ പ്രസൻ്റായി നിൽക്കണം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ നിൽക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇല്ലാത്ത പക്ഷം റോളുകളും അവസരങ്ങളും ഒക്കെ നഷ്ടമായിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറാത്തതുകൊണ്ട്? ഉറപ്പായിട്ടും അത് ഉണ്ടാവാം. അതിന് പല സാധ്യതകളുണ്ട്. കാരണം ഇൻഡസ്ട്രിയാണല്ലോ അത്. ഇതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ ഉള്ളിൽ വന്നു ചേരുന്ന ആൾക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫങ്ഷനുകൾ, അപ്പം അതിൽ പ്രസൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ഒക്കെയാണല്ലോ അതിനെ ബിൽഡ് ചെയ്തെടുക്കുന്നതിലൊരു കാര്യം. പിന്നെന്ന് വെച്ചാൽ ഉള്ളതെല്ലാം ഉള്ളതല്ല, ഉള്ളതിനോ നാശമില്ല എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കുള്ളത് അവിടെ വരും. ചിലത് അങ്ങനെ നമ്മളെ തേടി വരാൻ പോകുന്നു. നമ്മൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പല വർക്കുകളിലും. ചേട്ടനെ മറ്റേ പടത്തിലുണ്ടല്ലോ എന്നൊന്ന്, അയ്യോ എന്നെ ആരും വിളിച്ചിട്ടില്ലല്ലോ എന്ന്. അല്ല, ഞാനവിടെ അവരുടെ ഇതിൽ പോയ സമയത്ത് അവിടെ ചേട്ടനായ ലിസ്റ്റിൽ പേരൊക്കെ എഴുതി ഞാൻ ഫോട്ടോ ഒക്കെ അവിടെ പതിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആണോ എന്നുണ്ട്. അത് പതിഞ്ഞേ പോയിൻ്റെ അവിടെ. അങ്ങനത്തെയും ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പൊതുവെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ എനിക്കതിൽ അങ്ങനത്തെ ഫ്രസ്ട്രേഷൻസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ നമ്മളങ്ങനെ ചെയ്തിട്ടെല്ലാം. എൻ്റെ ഒരു ഫ്രണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു, അനിൽ നെടുമങ്ങാട്, മരിച്ചു പോയിട്ടുള്ള ആക്ടർ, നമ്മുടെ ഭൂലോകസുന്ദരൻ. നമ്മളെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു. അയ്യപ്പനും കോശിയിലും നമ്മൾ കൈയടിച്ച പ്രകടനം കാഴ്ചവെച്ചു. അല്ല, എനിക്ക് വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ വിളിച്ച് പറയും, എന്നെ വിളിക്കും ചിലപ്പോൾ ആ സമയങ്ങളിലൊക്കെ വിളിച്ചിട്ട് പറയും, എടാ സുർജിത്തേ, നീ ഒരു നടനൊന്നുമല്ല കേട്ടോ, നീ രൂപം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ആടേ, എടാ ഞാനല്ലേ നടൻ എന്ന് പറയും. എന്നതുപോലെ എനിക്ക് ഇപ്പം നേരത്തെ ചെയ്തു പറയുമ്പോൾ, ഇപ്പോൾ മാർട്ടിൻ എന്നെ വിളിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സമയൻ്റെ ഗ്രൂപ്പ് അങ്ങനെ വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബേസിലിൻ്റെ ടീം വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അമൽ പറയണത് എങ്ങനെ ഒരു സാധനം സൃഷ്ടിച്ച് എന്ന് പറയും. ഞാൻ പറയണത് അവരാ വിളിച്ചിട്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് നമ്മൾ ഇൻവൈറ്റ്, അവർക്കുള്ള വിശ്വാസം, അവരെന്നെ നന്നായി കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ വീക്ക്നെസ് അവർക്കറിയാം. ഇയാൾ മര്യാദയ്ക്ക് എന്തൊരു കാര്യം പറയുന്നു തോന്നുന്നല്ലോ, എന്തും ആവാം. നമ്മളുടെ പോസിബിലിറ്റീസും അല്ലാത്തതും പ്രശ്നങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. അല്ല, അത് ആദ്യം പറഞ്ഞ സാധനം ചേട്ടൻ്റെ എളിമ കൊണ്ട് പറഞ്ഞതും. പക്ഷെ അവർ കണക്കാക്കുന്നത് ആ റോള് സുർജിത് ഗോപിനാഥ് വന്നാലേ കലക്കുള്ളൂ എന്നുള്ള അവരുടെ ഉറപ്പുമല്ലേ? ചിലരങ്ങനെ പറയാറുണ്ട്. സുഹൃത്ത് ഇവിടെ ഈ ഒരു സീനിൽ എനിക്ക് ആ സീനൊന്ന് ഫില്ല് ചെയ്ത് പോകാൻ പറ്റും, വേറെ ഒന്നും വേണ്ട, സുഹൃത്തിൻ്റെ രൂപം അവിടെ ഉണ്ടായാൽ മതി. അത് അങ്ങനെ ഉണ്ട് പല. നീലാകാശമൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു ആകാശം തന്നെ മാറ്റിക്കളഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. എനിക്കും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി 2013 ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നീലാകാശത്തിൽ അഭിനയിച്ച് കഴിഞ്ഞ് ഞാൻ ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല. വീട്ടിലൊക്കെ എന്നെ സിനിമ കണ്ടിട്ട് പറഞ്ഞു, നീ ഇത് പറഞ്ഞില്ലല്ലോ, എന്ത് ക്യാരക്ടറാന്നൊക്കെ. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഷോട്ട് വെച്ചിട്ട് തന്നെ സമീറിനെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹം അത് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു, സുർജിത്തേ അത് കലക്കി ക്ലാസ്. ആള് വിചാരിച്ചാൽ മതി സാധനം എൻ്റെ ആ രൂപത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ആള് ഫുൾ ഹാപ്പി ആയിരുന്നു. അതിൻ്റെ പിന്നണിയിലുണ്ടായിരുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഒപ്പം അഭിനയിക്കുന്ന ഇപ്പം ദുൽഖറും സണി വെയിനൊക്കെ ഒരുമിച്ചല്ലേ നിൽക്കുന്നത്. ഞാൻ പ്രായം കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു, അങ്ങനെ സിനിമയിൽ നിന്നതൊക്കെ പറഞ്ഞാൽ നമുക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടല്ലോ എല്ലാ സമയത്തും. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ യെസ്, അവർ അംഗീകരിച്ചു, അത് സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. സോയിബൊക്കെ എന്നോട് പറഞ്ഞു, സുഹൃത്തിയുടെ ഒന്നും ആലോചിക്കേണ്ടത്, കിടുക്കീൻ്റെ ആ ക്യാരക്ടർ വരുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അതാണ്, പലരും എന്നെ എന്തൊരു രസമായിരുന്നു നിങ്ങളതിൽ എന്ന് പറയുമ്പോൾ, അപ്പം നമ്മളതിൽ നമ്മളെ അവർക്ക് പാകമാണെങ്കിൽ ആണ് എനിക്ക്. അല്ലാണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ പോയി ചോദിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു സർക്കസ് കമ്പനിയിൽ എനിക്ക് സമീപിക്കുക, ആള് വന്നിട്ട് പറയും, ഒരാൾ പറഞ്ഞിട്ടുള്ള പണ്ടൊരു ഡാൻസർ പറഞ്ഞിട്ട് കഥയാണ്, ഞാൻ നന്നായിട്ട് പക്ഷികളെ അനുകരിക്കും, എനിക്കൊരു അവസരം തരും. അപ്പോൾ മാനേജർ പറഞ്ഞു, വേണ്ട, ഇവിടെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട്, തൻ്റെ ആവശ്യമില്ല. ആള് പോവും. സർക്കസ് കമ്പനി 2ാമത്തെ ആഴ്ച കിടക്കുമ്പോൾ ഇയാൾ വീണ്ടും വന്നിട്ട് പറയാം, അതെ ഞാൻ നല്ലോണം പക്ഷികളെ അനുകരിക്കും, ഒരു അവസരം തരും.
അത് തന്നോടുള്ളൂ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വന്ന് താൻ തന്നെയല്ലേ ഇതിന് മുമ്പ് വന്ന് പക്ഷികൾ ഇവിടെ ഇഷ്ടം പോലല്ലേ പിന്നെ തൻ്റെ കാര്യമില്ല പറഞ്ഞ അയാളെ പറഞ്ഞേക്കും. അവസാനത്തെ സർക്കസിൻ്റെ അവസാനത്തെ രാത്രിക്ക് തലേദിവസം കണ്ടി ചെന്നിട്ട് ആൾ പറയും, ഓ മാനേജർ എനിക്കൊരു അവസരം തരാം, ഞാൻ പക്ഷികളെ നന്നായി അനുകരിക്കും, എനിക്കൊരു അവസരം തരാം. മാനേജർ നല്ല ചവിട്ടി പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്നാണ്. അപ്പം ആൾ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ആ ജനൽ വഴി പറന്നുപോയി. ഓ അതെന്തായിരുന്നു എന്നല്ലേ, അതെവിടെയാണ് ആ സംഭവം? അതെ, അപ്പം അതൊരു ഭയങ്കര, അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പൊസിഷനാണത്. ഐ വിൽ ഡു ദാറ്റ്, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് പെർഫോം ചെയ്യാൻ തന്നെ. എനിക്ക് ആക്ടേഴ്സിനെ തന്നെ ഇപ്പം നരേനെയൊക്കെ എനിക്ക് നല്ല അടുപ്പുള്ള സുഹൃത്താണ് എൻ്റെ. ശരി, പല ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒരുമിച്ച് നാടകത്തിലൊക്കെ ഞാനൊക്കെ ആളെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഈ തിയേറ്ററൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം നരേന് പക്ഷെ ആ സമയത്തേ തന്നെ ആൾ ഫിലിമിൽ ആൾ ആക്ട് ചെയ്യും എന്ന് പറയുന്ന ആൾക്ക് അത്രയും നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല, ഞാൻ പോയി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഒരു ഇച്ഛാശക്തി അഭിനയിക്കാനും അതിൻ്റെ ഒരു ഉറപ്പും ഒക്കെ ആൾ കാണിച്ചിട്ട്. ചേട്ടാ ഇപ്പം നമ്മളെ ഈ രാഘവൻ എന്നുള്ള കഥാപാത്രം പറയുമ്പോഴേക്കും ഈ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി കാണുന്നത് അതിൻ്റെ ആദ്യ ദിവസമാണ്, റിലീസിൻ്റെ അന്നാണ് ഞാൻ കാണുന്നത്. എനിക്ക് പല ഡയലോഗുകളും കേൾക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ കണ്ടപ്പോഴാണ് പല ഡയലോഗുകളും ഞാൻ കേട്ടത്. അപ്പോൾ അതിനകത്ത് ദുൽഖറിനും സണ്ണി വെയിനും കിട്ടുന്ന അതേ കയ്യടി രാഘവൻ വരുമ്പോഴും കിട്ടുകയാണ് തിയേറ്ററിൽ. അപ്പോൾ ഭയങ്കര സന്തോഷം നമുക്കിത് കാണുമ്പോഴേക്കും. അതായത് നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. നമ്മളെവിടേക്കോ നമ്മുടെ നാട് മിസ് ചെയ്യുന്ന, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയോ ഓടിപ്പോകേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് രാഘവൻ. പക്ഷേ നമ്മൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ കണ്ട ഷോർട്ട് മൂവി രാഘവൻ എന്നുള്ള ഷോർട്ട് മൂവിയിലും രാഘവൻ ഒരു അബദ്ധം സംഭവിക്കുകയാണ്. എന്താണെന്ന് നമ്മൾ പറയുന്നില്ല, കാണേണ്ടവർക്ക് ഇപ്പോഴും കാണാം, യൂട്യൂബിൽ അവൈലബിൾ ആണ്. നല്ല ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഈ ആളുകൾ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഉണ്ടാക്കുന്നുണ്ട്. അന്ന് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് രാഘവൻ നാട് വിട്ടുപോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാക്ക് സ്റ്റോറികളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ആളുകൾ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കഥകൾ. ഉറപ്പായിട്ടും. പിന്നെ ഇത് നമ്മൾ ആളുകൾ റിലേറ്റ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇന്ന സിനിമ വഴിയാണ് അറിയുന്നത്, അതൊന്നുമല്ല. അതൊന്നായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പം കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഗീതു മോഹൻദാസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ അത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഒരാൾ കേൾക്കുന്നുണ്ടോ പടത്തിലുണ്ടല്ലേ എന്ന്. ഇപ്പുറത്ത് ഞാൻ വളരെ കമേഴ്ഷ്യലായിട്ട് റൺ ചെയ്തിട്ടുള്ള വേറെ ഒരുപാട് പടങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതായിരിക്കാം ആളെ റിലേറ്റ് ചെയ്യുന്നത്. അതങ്ങനെ കുറേ ആളുകൾക്ക് അങ്ങനെയുണ്ട്. ഇപ്പോൾ പാവാട എന്ന് പറഞ്ഞ സിനിമയിലത്തെ അത് ആ കള്ളുകുടിയൻ എന്ന ആളുടെ പേര് ബിരിയാണി വെക്കുന്ന ആൾ എന്നുള്ള അതിൻ്റെ കഥകൾ ആളുകൾ മെനഞ്ഞെടുത്തിട്ടുള്ള കഥകൾ തന്നെ അവർക്ക് കൃത്യമായി ഓർമ്മ വെച്ചിട്ട് തന്നെ അവർ ചില കാര്യങ്ങൾ അത് പറയും. അത് ഞാൻ വിചാരിക്കുന്നത് ആളുകളെ റിലേറ്റ് ചെയ്യുന്നത് എന്ത് അതിനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ കുട്ടികളാവുന്ന സമയത്ത് മിന്നൽ മുരളി എന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ അവരെ റിലേറ്റ് ചെയ്യുന്നിടത്താണ് അവർ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ആ പടക്കം കെട്ടുമ്പോഴേക്കും ആ ബീഡി വലിക്കുന്ന അങ്കിള് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കണക്ട് ചെയ്യുന്നത്. അതെ, ചില കള്ളുടിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ബീവറേജിലൊക്കെ ഞാനിപ്പോൾ ചെല്ലുമ്പോഴും പല വഴി ഒഴിഞ്ഞു തരും മേടിച്ചോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കഥകൾ മുഴുവൻ ശ്രദ്ധിക്കാറുണ്ടെന്നല്ലേ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ചിലപ്പോൾ നമ്മൾ ശരിക്കും ചെയ്തിട്ടുള്ളതിനേക്കാളും കൂടുതൽ കഥകളിലാണ് ജീവിക്കുന്നത്. കാരണം ഒരു സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമയിലേക്കൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ രൂപത്തിലുള്ളൊരു കഥാപാത്രം വേണ്ടേ. ഇനിയിപ്പോൾ ഒരു സമീർ എന്നെ ഒരു പടത്തിൽ അങ്ങനെ വിളിച്ചു, പിന്നെ ആൾ ചെയ്യുന്ന പടത്തിലൊന്നും ഇങ്ങനത്തെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ വേറൊരു ഡയറക്ടർ അങ്ങനെ ആലോചിക്കുന്നില്ലല്ലോ. അവർ വളരെ അപൂർവമായിട്ടാണ്. അപ്പം അമൽനിരത്തിൻ്റെ ഞാനൊരു അൻവർ തുടങ്ങി, അൻവർ പിന്നെ യോബിൻ്റെ പുസ്തകം, ബോഗൻവില്ല, ചെറു വേഷങ്ങളിലായാലും 2-3 പടത്തിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടാവും മതി. അപ്പോൾ അതെന്തായാലും ഇത് ചെറുതാണ് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ പക്ഷെ അത് അവലും ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്യിപ്പിക്കുന്ന കൂടി ആ ഒരു ഷേപ്പിനനുസരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ള വിധത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. അപൂർവ ഡയറക്ടേഴ്സ് എന്നെ പിന്നെയും വിളിക്കാറുള്ളൂ. കൃഷാന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ആദ്യത്തെ വൃത്താകൃതിയിലുള്ള ചതുരം അതിൽ ഞാൻ ചെറിയ വേഷത്തിലുണ്ട്, നായകൻ്റെ അച്ഛനായിട്ടുള്ള മരിച്ചുപോയ ആൾ. പിന്നെ മറ്റേ പുരുഷപ്രായത്തിലുണ്ട്,
ശ്മശാനം വാറ്റുഗോപാൽ. അതെനിക്ക് പേര് കേട്ടപ്പോഴാണ് എനിക്ക് ശ്മശാനം വാറ്റുഗോപാൽ. ചേട്ടന്റെ കഥാപാത്രങ്ങളുടെ പേരാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്നുള്ളതാണ്. അത് നമുക്ക് ആളുടെ കൂടെ ഒരു കഥയും കൂടി, ഇപ്പം ഈ പറഞ്ഞ നാട്ടുകാർ മെനയുന്ന കഥ പോലെ തന്നെ ആളുടെ പേരിനൊപ്പം തന്നെ ഒരു കഥ വരുന്നുണ്ടാവും അല്ലേ? എനിക്ക് ഈ പറഞ്ഞ പോലെ പലപ്പോഴും സെറ്റിൽ എൻ്റെ പേരിനേക്കാളും എന്നെ ആ കഥാപാത്രം ആയിട്ട് തന്നെയുള്ള മറ്റേ ഇതിൽ ഈ മറ്റേ ജോഷി സാറൊക്കെ ഈ പടത്തിലൊക്കെ പൊറിഞ്ചൂലൊക്കെ അങ്ങനെ ആ കഥാപാത്രത്തിൻ്റെ പേരാ. അല്ല, ഞാൻ ഇപ്പൊ പറയുമ്പോഴാണ് ചാർലിയിലെ ആടിന്റെ പേര് നമുക്ക് ഓർമ്മയുണ്ട്. അമ്മിണി എന്നാണ് ആടിന്റെ പേര്. അമ്മിണി എന്നുള്ളത് തന്നെ അറിയുന്ന ആൾക്കാരുണ്ട്, അമ്മിണി എന്ന് വിളിക്കുന്ന. ഞാനിതാണ് പറഞ്ഞത്, അതായത് ചേട്ടന്റെ പേര് കൊണ്ട് ആ ചിലപ്പോൾ ആ കഥയും അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ പുറകിൽ, അതായത് ബാക്ക് സ്റ്റോറിയും എല്ലാം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു കഥാപാത്രത്തിന്റെ പേര് കിട്ടിയാൽ മതി, അമ്മിണിയെ വിളിച്ചുകൊണ്ട് വരുന്ന കൂട്ടിക്ക എന്നുള്ള സീൻ. ഇപ്പൊ നമ്മൾ തിരിച്ച് നാടകത്തിലേക്ക് പോകണില്ല ചേട്ടാ. നാടകത്തിൽ ചേട്ടൻ എപ്പോഴും ചേട്ടൻ്റെതായിട്ടുള്ളൊരു പൊളിറ്റിക്സ് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും ചേട്ടൻ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള മെസ്സേജ് എന്തായിരിക്കും? ഒരു മെസ്സേജ് എന്നൊക്കെ അങ്ങനെയല്ല ശരിക്കും. അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിലാണല്ലോ അതിൻ്റെ ഒരു മെസ്സേജായി, പർട്ടിക്കുലർ ഒരു മെസ്സേജായിട്ട്. പിന്നെ ഞാൻ പലപ്പോഴും വായനയിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ചാൽ മനുഷ്യനിപ്പം ഇത്രയും വർഷങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ അവരെ നമ്മൾ തിരുത്തി ആ സാധ്യതകൾ അങ്ങനെ ഒന്നും ഇല്ല, ഉപദേശിക്കാനുള്ള വഴികളൊന്നും ഇല്ല, അതൊന്നൊക്കെ പഴഞ്ചനായി എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ എല്ലാ മനുഷ്യരെയും സമീപിച്ച് നിങ്ങളെങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ഇരിക്കുക എന്ന് വളരെ താഴ്മയായിട്ട് പറയാതെ അങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളിലും. അല്ലാണ്ട് നമ്മളൊരു രാഷ്ട്രീയം പറഞ്ഞ അതിൻ്റെ ബ്യൂട്ടി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ചെയ്തു വെക്കുന്ന ഒരു കാര്യത്തിൻ്റെ അതിലൊക്കെ ആയിരിക്കും റിലേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ആള്. അപ്പം നമുക്കത് ഇപ്പം നമ്മളൊരു നാടകത്തിൽ നമ്മളൊരു പർട്ടിക്കുലർ സമയത്ത് ചെയ്യുന്നൊരു കാര്യം അത് ആളുകൾ നമ്മൾ വിചാരിക്കാത്ത ലെവലിൽ അത് ആളുകളിൽ റീച്ച് ചെയ്തു. ആളുകൾ അത് ചിലപ്പോൾ അത് എൻ്റെ ഒരു നാടകമൊക്കെ കണ്ടിട്ട് ചില സ്ത്രീകളൊക്കെ എന്നെ ഒന്ന് കരഞ്ഞിട്ടൊക്കെ എന്നോട് ഭയങ്കര കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, അയ്യോ നീ എന്തുമാത്രം റിലേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതമായിട്ടെന്നൊക്കെ. പണ്ടാണ് കേട്ടോ, അതൊക്കെ ഒരു ഓർമ്മയാണ്. അല്ലാണ്ട് പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അങ്ങനെ ആളുകളെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ എനിക്ക് പ്ലേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് ശരിക്കും വെച്ചാൽ എനിക്കത് ഞാൻ മറന്നുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് തിരിച്ചൊന്ന് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. പൊളിറ്റിക്സൊക്കെ തന്നെയാണ് പലപ്പോഴും ഭയങ്കര പൊളിറ്റിക്കലാണ്. നല്ല വലിയ പ്രസംഗത്തിനേക്കാളും ഫലം ചെയ്യും നിങ്ങളുടെ ഈ ഒരു നാടകം കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പല നാടകങ്ങളുണ്ട്. ചെറിയ സ്കെച്ചുകളൊക്കെ നമ്മൾ ടാഗോറിൻ്റെ അല്ലെങ്കിൽ ഈ മറ്റേ ഇവിടെ തന്നെ ജയപ്രകാശ് കുളൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാഷ ചെറിയ ചെറിയ സ്കെച്ചുകൾ, ആൻറ്റൺ ചെക്കോവിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ലെവലിലുള്ള പല സാധനങ്ങൾ, ചെറിയ ചെറിയ സ്കെച്ചുകളൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മനുഷ്യർ നന്നാവണം, മനുഷ്യത്വത്തിലേക്ക് നമ്മൾ അടുക്കണമല്ലോ. അങ്ങനെ വന്നാലും കുറച്ചും കൂടിയൊക്കെ മനുഷ്യത്വം നമ്മളിൽ അത് കലയ്ക്കായിരിക്കും കുറച്ചും കൂടിയും പവർഫുള്ളായിട്ട് അത് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് വേണം. നല്ല കലാകാരനായതുകൊണ്ട് മാത്രം കാര്യമില്ല, നല്ല മനുഷ്യത്വമുള്ള ആളാണ്, നല്ല മനുഷ്യനും കൂടി ആവേണ്ടി വരും അതിൻ്റെ കൂടെ. കാരണം അത് നമ്മൾ ഒരു അസഹിഷ്ണുതകളൊക്കെ കൂടിയിട്ടുള്ളൊരു കാലത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എനിക്ക് വേണം. നമ്മൾ യുദ്ധം വേണ്ടാന്ന് പറയുന്ന സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ കാലും മരത്തും തട്ടി എന്താ കാലുമ തട്ടിയെന്നുണ്ട്, അപ്പം അവനിടിക്കാൻ പോകുന്ന വിധത്തിലുള്ള അസഹിഷ്ണുതയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. പിന്നെ നമ്മൾ യുദ്ധം പാടില്ല, നമ്മൾ കാണുന്ന സിനിമയിൽ മുഴുവൻ ഗണ്ണുകൾ എടുത്തു വെച്ച് പല ആംഗിളുകളിൽ നിന്ന് വെടിവെച്ച് ഏതൊക്കെ തരത്തിൽ ആളുകളെ കൊല്ലാന്നുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ യുദ്ധം പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളിത് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ നമ്മളത് കൂടുതൽ കൂടുതൽ ഇമാജിൻ ചെയ്യുക, അല്ലാത്തത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആളുകളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നാണുഗുരു അദ്ദേഹം പറയുന്ന വരികളിൽ പറഞ്ഞാൽ നമ്മളുടെ സുഖത്തിന് ആചരിക്കുന്നവ അപരന്ന സുഖത്തിനായി വരയണം എന്ന് പറയുന്നുണ്ട്. വലിയ കുഴപ്പത്തിനെങ്കിലും വരാതിരിക്കണല്ലോ, അധികം ദ്രോഹിക്കാണ്ടെങ്കിലും. അതെ. അപ്പം കുറേ കാര്യങ്ങൾ നമ്മളെ കലാകാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന, നമ്മൾ ജീവിതത്തിൽ നമ്മൾ പല വേദനകൾ അനുഭവിച്ചു, പല കഷ്ടപ്പാട് കടന്ന് അങ്ങോട്ട് പോയി, നമ്മൾ ആ കഷ്ടപ്പാടും ആ റിഗ്രറ്റുകളെല്ലാം ചേർത്ത് നമ്മൾ തിരിച്ച ആളുകളെ ഉപദ്രവിക്കാനല്ലോ ആലോചിക്കുന്നത്. സത്യം. നമ്മൾ അതിനെ എസ്തെറ്റിക്കലായും ബ്യൂട്ടിഫുള്ളായിട്ടും അവർക്ക് സന്തോഷകരമായ നിമിഷങ്ങളും
ചിന്തോദ്ദീപകങ്ങളായ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്ന വിധത്തിൽ നമ്മുടെ ഈ ദോഷം മുഴുവൻ നമ്മളുടെ ഉള്ളിൽ എന്താ പറയുക നല്ലതായിട്ട് പ്രതിപ്രവർത്തിക്കണം, ട്രാൻസ്ഫോം ചെയ്യപ്പെടണം. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് നമ്മൾക്കുണ്ടാവുന്ന ഒരു വിഷമം അത് മറ്റൊരാൾ കാരണമായിരിക്കാം. അപ്പോൾ ഇനി വേറൊരാളെ നമ്മൾ ഇതേ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുത്താതിരിക്കാനെങ്കിലും നമുക്കത് ഉപകാരപ്പെടുമല്ലോ. പിന്നെ അത് നമ്മൾ ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോർമേഷൻ അല്ലേ എന്ന് ചോദിച്ചാൽ അതേ സ്ഥലത്താണ് ചേട്ടനും പറഞ്ഞെത്തിക്കുന്നത് അല്ലേ. നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൊമെൻറ്റുകളാണ് നമ്മളെ കൂടുതൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കറിയാം ചിലപ്പോൾ ഒരു കയറ്റത്തു നിന്ന് കയറി റോഡിലേക്ക് ഇങ്ങനെ കയറി വരികയായിരിക്കും. നമ്മൾക്കൊരു സെക്കൻഡ് ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്കങ്ങനെ തിരിച്ചെടുക്കാം. നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആയി വരുന്നേ ഉണ്ടാവുള്ളൂ. ഒരിത്തിരി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ അപ്പുറത്തുള്ള ആൾ നീ അങ്ങനെ കയറണ്ടാണ്ട് കുറച്ചുകൂടി സ്പീഡിൽ വിടും. മറിച്ച് ചിലപ്പോൾ ചില ആൾക്കാർ വന്ന് പതുക്കെ സ്ലോ ഡൗൺ ചെയ്ത് കയറി. അപ്പം നമുക്ക് പിന്നെ നമ്മളൊരു 10 ആൾക്ക് നമ്മൾക്ക് വഴി കൊടുക്കാൻ തോന്നും. അല്ലേ? സത്യം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജീവിതത്തിൽ. അത് ആളുകളെ പ്രേരിപ്പിക്കാൻ, ഞാൻ ഈ നളിനിയിലെ കുമാരനാശാൻ്റെ വരികൾ ഇന്ന് കവിത കേട്ടുകൊണ്ടിരിക്കുന്ന അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകമുള്ള മനുഷ്യർ. അല്ല, എനിക്കത് പറ്റാറൊന്നുമില്ല. ഞാൻ ശ്രമിക്കാമല്ലോ. നമുക്ക് ചെറിയ ഒതുക്കിക്കൊണ്ടുള്ള ജീവിതം അത് കല ചെയ്യുന്നിടത്ത് അത് സംഭവിക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങനെ തന്നെ, അല്ലാണ്ട് അവർ പണ്ടാക്കി വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്തി ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല. ദേ ആർ ഗിവിങ് സംതിങ്. ആളുകളെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കലയിലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അല്ലേ, ഒരു സംഗതിയാണ്. നമ്മളിപ്പോൾ ചേട്ടാ സംസാരിച്ചിങ്ങനെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ചേട്ടൻ്റെ വീട്ടിലെല്ലാവരും കലാപ്രവർത്തകരാണ്. പറഞ്ഞ പോലെ ഭാര്യ അഭിനയിക്കും, ഭാര്യ സ്കൂൾ ടീച്ചറും കൂടിയാണ്, മലയാളം ടീച്ചറാണ്, നല്ല മലയാളം ടീച്ചറാണ്. മകള് സിനിമയുടെ പിന്നാലെയുണ്ട് കുറേ വർഷമായിട്ട്. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന പല സിനിമകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് മകള്. മകനും കലയുടെ പിന്നാലെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എങ്ങനെയായിരുന്നു കുടുംബത്തിൻ്റെ, ഇപ്പോൾ വളരെ എളുപ്പമല്ല ഒരാൾക്ക് കലയിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ജീവിതം, ചേട്ടനാകുന്ന ഒരു കലാകാരൻ്റെ ജീവിതം അത് എത്രത്തോളം ദുർഘടം പിടിച്ചായിരുന്നു ആ ഒരു യാത്ര എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നുന്നത്. അതായത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര പട്ട് മെത്ത വിരിച്ച യാത്രയായിരിക്കില്ല എവിടെയും കിട്ടുന്നത്. ചിലപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു കലാകാരൻ്റെ യാത്ര എങ്ങനെയായിരുന്നു ചേട്ടാ? യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഇതിൽ എല്ലാത്തിലുള്ള പോലെ തന്നെ ഫോളുകളും ഉയർച്ചകളും താഴ്ചകളും ഒക്കെ കൂടിയതുണ്ട്. എന്നതുപോലെ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു വേവ് പോലെയാണ്. അങ്ങനെ ഭയങ്കര പ്രശസ്തനായി ചില പോയിന്റിൽ എല്ലാ വിഷീന ആൾക്കാർ സെൽഫി എടുക്കാൻ വരുന്നത്, ഭയങ്കര സ്നേഹത്തോട് സംസാരിക്കുന്നത്, അത് ഭയങ്കര അഡ്വാൻസ്ഡ്, ഭയങ്കര പ്ലസൻ്റായിട്ട് ഉള്ള. നാടകത്തിലായാലും അങ്ങനത്തെ നാടകം നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ നാടകം കണ്ടിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു അത്. പക്ഷേ ഇതിപ്പോൾ തിയേറ്ററിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ സിനിമയിൽ വേറെയാണ്, അതിൻ്റെ ഗ്രാഫും അല്ലെങ്കിൽ അതിൻ്റെ പളവളപ്പൊക്കെ കുറച്ച് വേറെ തന്നെയാണ്. അത് നമ്മൾ വിചാരിക്കാത്ത ലെവലിലാണ് അത് സംഭവിക്കുക. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ നാട്ടിലുള്ള ചില കുട്ടികളൊക്കെ ഇപ്പം ഞാൻ നാടകം ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ നമുക്കൊരു നാടകം ഉണ്ടാക്കണം, ആ കഥ പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഗാർഡിയൻസൊക്കെ വിളിച്ചു, എന്തൊട്ടും നാടകം ഉണ്ടാക്കാൻ ഇപ്പോഴാണ് നിങ്ങൾ നടക്കണം, നീ വേറെ പണിക്ക് വെക്കറൊക്കെ. അവർ കള്ള് കഞ്ചാവൊക്കെ വലിച്ച് നടക്കുന്ന ടീമുകളാണ്, അവർ കൂടെ പോയി ഓരോ പരിപാടിക്ക് ചെയ്യുന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ലെവലിൽ അംഗീകരിക്കാനേ ബുദ്ധിമുട്ടുള്ള ഫാമിലികളും നമ്മുടെ സ്വന്തം ഫാമിലി എന്നുള്ള ആൾക്കാരും എന്തിനത് വല്ല മെച്ചമുണ്ട് ഈ പരിപാടി ചെയ്തിട്ട് എന്താ കാര്യം? നമ്മൾക്ക് മെച്ചമുണ്ട്, നമ്മളുടെ ഉള്ളിലാണത്, നമ്മളുടെ ഉള്ളിലാണ് നടക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എന്തും ജീവിതമൊക്കെ ജീവിതമാണ്, ജീവിക്കണ്ടേ ഇനി എപ്പോഴെങ്കിലും. അപ്പം ഞാൻ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതമല്ലേ, ഇതൊരു പുതിയ എന്ത് വഴി. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള റെക്കഗ്നേഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക
അതൊന്നുമില്ല. ആ തരത്തിലൊന്നും നമ്മളെ കടം ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട് വഴി മാറി നടക്കാറുണ്ടാവും പോലും ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം തിയേറ്ററിൻ്റെ ഒക്കെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തൊരു ഏരിയ പലപ്പോഴും. അതിനും ഇപ്പോൾ നാടകങ്ങളിൽ ചില നാടകങ്ങളിൽ ഇപ്പോൾ വർഷം എല്ലാ പൂരപ്പറമ്പുകളിൽ കളിക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ എന്ന് പറയപ്പെടുന്ന നാടകത്തിൻ്റെ മേഖലയിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. അത് കൃത്യമായി അവർക്ക് അതിൻ്റെ ലാഭമൊക്കെ കണക്കാക്കിയിരുന്നില്ല. ഇപ്പോൾ അല്ലാത്ത രീതിയിലുള്ള നാടകങ്ങൾ ഇപ്പം ഞാനൊക്കെ പഠിച്ചു വരുന്ന ഡ്രാമ സ്കൂള് അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ എന്താ പറയുക, ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ പോയിട്ട് കലയിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലെ കലേനെ കണ്ടിങ്ങനെ ചെയ്യുന്ന ഒരു വകുപ്പില്ല അവിടെ, ഒരു രൂപ ഉണ്ടാവില്ല. നമ്മൾ എവിടെന്നെങ്കിലും ഒക്കെ കടം മേടിച്ചും അല്ലെങ്കിൽ തലിച്ചയും പണം വെച്ചും അതൊക്കെ ശരിക്കും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ചെറിയ പണയം വെപ്പുകളും അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാതെ പോകുന്നതും ലാഭമൊന്നുമില്ല. ആകെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മധുരതരമായ വേദനയായിരിക്കും, മധുരതരമായ ഒരു ഓർമ്മ മാത്രമാണ് അത്. അങ്ങനെയാണ് അത് തിയേറ്റർ പലപ്പോഴും പോവാറുള്ളതും. നമ്മൾ പലയിടത്തും കളിച്ചു വരുന്ന സമയത്ത്, നാടകം കളിക്കുന്ന സമയത്ത്, കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നാടകം നന്നായില്ല എന്നുള്ളത് നമ്മൾക്ക് തന്നെ മനസ്സിലാവും. കാരണം അത് റിലേറ്റ് ആവുന്നില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോഴും നമ്മൾ നാടകം കളിക്കണം എന്നുള്ള ഒരു തീർക്കണമല്ലോ, കളിച്ചല്ലേ തീർക്കണം. പിന്നെ ഈ നാടകം കഴിഞ്ഞു വരുന്ന സമയത്ത് അപ്പം നമ്മൾ നാടകം കഴിഞ്ഞ് നാടകം നന്നായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം കിട്ടാണ്ടാന്ന് പറഞ്ഞു, വെള്ളം കൊടുക്ക് ചേട്ടൻ, വെള്ളം സംവിധായകന് വെള്ളം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നാടകം പരാജയമായി പോകും ചില സ്ഥലത്ത്. വെള്ളം ഉണ്ടോ അവിടെ? വെള്ളം ഇല്ല എന്ന് പറഞ്ഞു. മറ്റടുത്ത് എന്ത് വെള്ളം വേണമെന്ന് ചോദിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്ന ഗ്രാഫുകളാണ്. അത് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് അത് സിനിമയിൽ പിന്നീട് ഞാൻ ചിലപ്പോൾ അറിയപ്പെടുന്ന ചില പൊസിഷനുകളിലൊക്കെ വന്നു കഴിയുന്ന സമയത്ത് ഇതേ വീട്ടുകാരൊക്കെ തന്നെ ചിലപ്പോൾ പറയും, ആളുടെ വീട്ടിലാണ് ഇരിക്കുന്നത്, അന്ന് അവിടെ ഇരുന്നോ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കും. അത് എന്താണ് അതിൻ്റെ ഒരു ഗ്ലാമർ അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് അത്രയും വ്യത്യാസമുണ്ട്. സിനിമ ഒരു റെക്കഗ്നിഷനുള്ളൊരു സ്പേസ് അല്ല. ഇപ്പോഴൊക്കെ തിയേറ്ററൊക്കെ വളരെയധികം മാറിയിട്ട് ഇപ്പോഴത്തെ പുതിയ ജനറേഷനൊക്കെ ചെയ്യുന്ന തിയേറ്ററുകളും അല്ലെങ്കിൽ പുതിയ ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു ചേരുന്ന ഒരു ഫിലിമിൽ നിന്നുള്ള ആൾക്കാർ അനേകം നന്നായി തിയേറ്റർ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും നല്ല തിയേറ്റർ ചെയ്യുന്നുണ്ട്, ഫിലിമിലും അപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സ്ചേഞ്ചുകളൊക്കെ ഭയങ്കര ആരോഗ്യകരമായി നടന്നിട്ടുള്ള കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞ കുറച്ച് സമയമായിട്ട്. അതിന് മുമ്പൊക്കെ ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന ആൾ തന്നെ ആൾ പുസ്തകയിലൊക്കെട പോയി ആളുടെ അഭിനയം കൊണ്ട് പോലെ വിട്ടുപിടിക്കുന്നത് അവർക്ക് ഇഷ്ടം. അത് വേവലാതി ഉണ്ടാവും, പണവും ഒന്നും ഉണ്ടാവില്ല ഇവരുടെ കയ്യിൽ. പിന്നെ കുടുംബ പ്രാരാബ്ദവും കേൾക്കേണ്ടി വരും എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കി നിർത്തിയിരുന്നു ഒരു സമയത്ത്. പിന്നെയാണ് ആ ടാലൻറ്റിനും അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ അല്ല. ഞാനിപ്പോൾ അങ്ങനെ നമുക്ക് ഇത് മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് തിയേറ്ററിൽ നിന്നൊക്കെ വന്ന് മലയാള സിനിമ കൈയടക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പ്രതിഭ തെളിയിച്ചിട്ടുള്ള അനേകം ആക്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കാലം പിന്നെ നമ്മൾ ചേഞ്ചസ് ഉണ്ടല്ലോ ഓരോ സമയത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടെന്നല്ലേ ചേട്ടാ. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഒരു ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് തൊട്ടും ഉപയോഗിക്കട്ടെ. ചേട്ടൻ്റെ ഒരു ട്രെയിനർ എന്നുള്ളൊരു വശം കൂടി നമുക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ നാടക പരിശീലകൻ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ആക്ടിങ്ങിനെ നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ തരുന്ന രീതിയിലും തിയേറ്റർ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ചേട്ടൻ വളരെ എന്താ പറയുക, ഈ അഭിനയം ഇഷ്ടപ്പെടുന്ന കല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഉള്ളിലിങ്ങനെ എപ്പോഴും പച്ച പിടിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ചേട്ടൻ്റെ നാടക കളരികളിൽ പങ്കെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സുഹൃത്തുക്കൾ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ അറിയുന്നുള്ളൂ, പക്ഷെ അത്രയ്ക്കൊന്നും വർക്കായിട്ടില്ല. ഞാനും പലപ്പോഴും നമ്മൾ വർക്ക്ഷോപ്പുകൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും സ്വഭാവം മാറി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും തിയേറ്റർ അങ്ങനെ റെഗുലറായിട്ട് തിയേറ്റർ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് തന്നെ വേറൊരു കടമ്പയാണത്. സിനിമയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മളെ ഒന്ന് തെളിഞ്ഞ് നമ്മളെ സ്ക്രീനിൽ നമ്മൾ വരുന്നതായിട്ട് കാണണം, ഉറപ്പിക്കണമല്ലോ വീട്ടുകാർക്കും. ചിലപ്പോൾ വീട്ടുകാർക്ക് നമ്മളുടെ സഫറിങ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ, അയ്യോ ഇവന് ശരിക്കും ഇഷ്ടമുള്ള ആളിന് കലയോടും ഇഷ്ടമായിട്ട് തന്നെ അവനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്, അല്ലാണ്ട് ഇവന് കേവലമായൊരു ഇത് മാത്രമായിരിക്കില്ല, അവന് ശരിക്കും അഭിനയ താല്പര്യമുണ്ട് എന്നൊക്കെ വീട്ടുകാർ മനസ്സിലാക്കുന്നുണ്ടാവും. പക്ഷേ നാട്ടുകാരങ്ങനെ മനസ്സിലാക്കില്ല. നാട്ടുകാരെ സംബന്ധിച്ചുള്ള ഇത് എത്ര വരുമാനമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ട്, അവനെ എന്താ ചെയ്യുന്നു, വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലെ എപ്പോഴും. ഇപ്പോൾ സിനിമയുടെ കാര്യത്തിൽ പോലും ആൾക്കാർ ചോദിച്ചു
വല്ല കിട്ടുമോ ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഇതൊക്കെ തന്നെയല്ലേ വലിയ കാര്യമൊന്നുമില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ അപ്പോൾ പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കല കൊണ്ട് ഉടുക്കാൻ പറ്റില്ല, പുതയ്ക്കാനും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ ഇത് എന്തിനത് ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ലേ അത് വല്ലാത്തൊരു അവസ്ഥയത്. ആ കല എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഉദാത്തമായ ഒരു സംഗതിയാണത്, വലിയൊരു പരിപാടിയാണ്. പക്ഷെ അത് അങ്ങനെ ആളുകളുടെ ജീവിതത്തിൽ അങ്ങനെ അത്രയും എന്താ പറയുക അല്ല, മനസ്സാണ് അതിൽ. മനസ്സിൻ്റെ പ്രതിസന്ധികളൊക്കെ വരുന്നിടത്താണ് കല നമ്മളെ, അതിലാണ് കലേനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതും കല അഡ്രസ്സ് ചെയ്യുന്നതും കല ഉണ്ടാവുന്നതും. അല്ല, അങ്ങനെയൊക്കെയാണ് ഞാൻ വായിച്ചും ഇതൊക്കെ ചെയ്ത് മനസ്സിലാക്കുന്നത്. ചേട്ടാ, അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ എന്താ പറയുക, കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നു ചേട്ടൻ വരണമെന്ന്. ഇപ്പോൾ ഒരു സമയത്ത് വന്നു, ചേട്ടൻ വന്നു. അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് സ്വരിക്കടായില്ലല്ലോ. അല്ല, വന്നതിന് ഒരുപാട് സന്തോഷം. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചേട്ടൻ്റെ റോളുകളെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും നാടക പരിശീലകൻ എന്നുള്ള നിലയിലും ചേട്ടൻ ജോൺ എബ്രഹാം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതും നാടകത്തിലെ പൊളിറ്റിക്സും അങ്ങനെ ഇത്ര രസമായിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയത്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്വരിക്കേടൊന്നും ആയില്ല, വളരെ രസമുള്ള നല്ല അടിപൊളിയായിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.